ആരാ? മനസ്സിലായില്ലല്ലോ. മിസ്റ്റർ ചന്ദ്രസേൻ എവിടെ? അകത്തുണ്ട്. നിങ്ങളാരാണ്? അത് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മതി. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭാര്യയാണല്ലേ? ഗ്ലാഡ് ടു മീറ്റ് യു. താങ്ക്സ്. സരസ്വതി, കാപ്പി കൊണ്ടുവരൂ. നിങ്ങളുടെ ഭാര്യ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചാണോ ഭയപ്പെടുന്നത്? ദയവ് ചെയ്ത് ഇനിയൊന്നും സംസാരിക്കരുത്. ഡേസിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് 50,000 rupees ഉടനെ വേണം. അത്രയല്ലേ ഉള്ളൂ? ജസ്റ്റ് വെയിറ്റ്. താങ്ക്സ്. ഈ ചെക്ക്? നോ പ്രോബ്ലം. ഇന്ന് തന്നെ മാറാം. എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഈ വീട്ടിലിരിക്കേണ്ടവളാണ്. പക്ഷെ അതിനുള്ള ഭാഗ്യം ഇപ്പോൾ നിങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു. എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. നമുക്ക് പിന്നെ കാണാം. ബൈ. ഇവളേതാണ്? എന്റെ ഒരു പാർട്ണറുടെ മാള്. അദ്ദേഹം കിടപ്പിലാണ്. ആ വിവരം പറയാനാ വന്നത്. അവളാണ് ഈ വീട്ടിലിരിക്കേണ്ടവളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത് നിനക്കറിയില്ലേ? അവളുടെ അച്ഛനല്ലേ എനിക്ക് ഈ വീട് വിലക്കി തന്നത്. രാഘവ, ഒരു വശത്ത് നാഗേന്ദ്രൻ, മറുവശത്ത് പോലീസ്. കടലിന്റെയും ചെക്കുത്താന്റെയും നടുവിലാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. പോലീസിന് ആ ഖാദറിനെയും ബാലിനെയും കയ്യിൽ കിട്ടുന്നുള്ളൂ മുതലാളി. പക്ഷേ ആ സ്വർണത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരെ നമ്മൾ ആ നാഗേന്ദ്രൻ മുതലാളിയെ കയ്യിലെടുത്തേ പറ്റൂ. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം, ചന്ദ്രസേന മുതലാളി, നിങ്ങൾ എന്നെ ചതിച്ചാൽ ഞാൻ നിങ്ങളെയും ചതിക്കും. ഇതുവരെ എന്നെ മനസ്സിലായി. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു കാര്യം പറയാൻ പോകുന്നത്. എന്താണ്? പറയൂ. നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എനിക്ക് തന്നാൽ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങളോട് ഒന്നിച്ചു കാണും. നീ ചോദിച്ച സ്വത്ത് എന്നായാലും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിഞ്ഞുകൂടെ? ഈ വാക്ക് സത്യമാണോ? സത്യം. ശരി, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ചേച്ചി, നാഗേന്ദ്രൻ ബോസിന്റെ വലം കൈയാണ്. അവൻ സ്വർണവും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിലാണ് നിൽക്കുന്നത്. ഞാനും ബോസുമായുള്ള ബന്ധം തകർന്നാൽ നീയും ഞാനും തെരുവിൽ നിൽക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വീശുന്ന വലയിൽ നാഗേന്ദ്രനെ വീഴ്ത്തണം. I'll do it. Hi.
സർ സർ ഞാനും കൂടെ ഇവിടെ നിന്നിരുന്നോട്ടെ. ഇവിടെ ഇരിക്കുന്നതിന് എന്റെ അനുവാദം എന്തിനാ? ചോദിക്കണമെന്ന് തോന്നി ചോദിച്ചു. താങ്ക് യു സർ. സാറിനെ ഒന്ന് പരിചയപ്പെടാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ എന്നെ പരിചയപ്പെടുന്നത്? ഒന്നിനു വേണ്ടിയല്ല. ഫ്രണ്ട്ഷിപ്പിനെ ഏറ്റവും കൂടുതൽ മാനിക്കുന്നവളാണ് ഞാൻ. പ്രത്യേകിച്ച് നാഗേന്ദ്രൻ സാറിനെ പോലുള്ള ഒരാളില്ല. എന്റെ പേര് എങ്ങനെ മനസ്സിലായി? സാറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയാം. ഞാൻ ഈ സ്വിമ്മിംഗ് ക്ലബിലെ ലൈഫ് മെമ്പറാണ്. എന്റെ പേര് നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സാർ കൽക്കട്ടയിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഐ സീ. അത്ഭുതപ്പെടേണ്ട. എനിക്ക് സ്വകാര്യമായി പലതും സംസാരിക്കാനുണ്ട്. എന്നോടൊത്ത് അല്പസമയം ചിലവഴിച്ചൂടെ? ഓഫ് കോഴ്സ്, വൈ നോട്ട്? പ്ലീസ് കം. എന്താ ഒരു വല്ലായ്മ പോലെ? എന്നെ ഇഷ്ടമായില്ലേ? ഡെയ്സിയെ കണ്ടുമുട്ടാൻ ഇത്ര വൈകിപ്പോയല്ലോ എന്നുള്ള വല്ലായ്മ മാത്രമേ എനിക്ക്. ഈ കൂടിക്കാഴ്ചയുടെ ഓർമ്മ എന്നും എന്നിലുണ്ടായിരിക്കും. കൽക്കട്ടയിൽ തിരിച്ചെത്തുന്നതുവരെ ഞാനിത് കൈകൊണ്ട് തൊടുകയില്ല എന്ന് ശബ്ദം ചെയ്തിരിക്കുകയാണ്. വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ മദ്രാസിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ലഹരിയിൽ മുഴുകിപ്പോയാൽ എന്റെ ലൈഫ് സ്പോയിലായി പോകും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ സന്തോഷത്തോടെ തരുന്നത് ഒന്നും സ്വീകരിക്കില്ലെന്നാണ്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എങ്കിൽ മിസ്റ്റർ നാഗേന്ദ്രൻ, you are under arrest. Sir. Come on.